ത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ രാവുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമ്മുടെ മുഴുവൻ അമലുകളും പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൽ കൂടുതൽ നന്മകൾ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ റമദാൻ മാസത്തിൻ്റെ പേരിൽ ഒരുപാട് ബിദ്അത്തുകൾ, പണ്ട് മുതൽക്കേയുള്ള ബിദ്അത്തുകൾ, പുതുതായി വന്ന ബിദ്അത്തുകളൊക്കെ കടന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ അംഗീകാരത്തിൻ്റെയോ പിൻബലമില്ലാത്തതും പുണ്യം പ്രതീക്ഷിച്ച മതത്തിൽ പുതുതായി നിർമ്മിച്ച അനുഷ്ഠാനങ്ങൾക്കാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. അല്ലേ? നമ്മളൊക്കെ ഖുതുബകളിൽ കേട്ടിട്ടുണ്ട്, കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തുകളൊക്കെ ളലാലത്തുകളാണ്. ളലാലത്തുകൾ നരകത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ബിദ്അത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറെ ഭയക്കേണ്ട ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹജബ തൗബത മിൻ കുല്ലി സാഹിബിൽ ബിദ്അ. ബിദ്അത്ത് ചെയ്യുന്നവന്റെ തൗബ അല്ലാഹു തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരാൾ ബിദ്അത്ത് ചെയ്തവനാണെങ്കിൽ അവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹു എനിക്ക് പുറത്തു തരണേ. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹത്താ യദഅ ബിദ്അതഹു. അവന്റെ ബിദ്അത്ത് എന്നാണോ അവസാനിപ്പിക്കുന്നത്, എന്നാണോ അവൻ അതിൽ നിന്ന് തൗബ ചെയ്യുന്നത്, അതുവരെ അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മഹാനായ താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ് സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ബിദ്അത്തിന് എത്ര ഗൗരവമുണ്ട് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. മഅസിയത്തുകൾ, പാപം ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നതാണ്. ഒരാൾ കള്ളുടിക്കുന്നതിനേക്കാൾ, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ ഒരു കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ. പണ്ടല്ലോ കൊലപാതകമൊക്കെ വളരെ നിസാരമായിട്ട് നടക്കുകയാണല്ലോ, അല്ലേ? പണ്ടൊക്കെ ഞങ്ങളൊക്കെ സ്കൂളുകളൊക്കെ പോകുമ്പോൾ കുട്ടികളോട് പറയും, കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കണം, അതിപ്പോൾ തരണം, പരീക്ഷ എഴുതാൻ വെക്കാൻ പാടില്ല. ഇപ്പോൾ കുട്ടികളോട് നമ്മൾ കോപ്പി മാത്രം ചോദിക്കാൻ പോകും, അല്ലേ? നെഞ്ചക്കുണ്ടോ അടിവാളുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സ്കൂളൊക്കെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ സുഫിയാൻ സൗരി പറയാം, ഇബ്ലീസിന് ഒരാൾ മഅസിയത്ത് ചെയ്യുന്നതിനേക്കാൾ, പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം അവന് ബിദ്അത്ത് ചെയ്യുന്നതാണ്. കാരണം എന്താ? അൽ മഅസിയത്തു യുതാബു മിൻഹ. പാപം ചെയ്ത ഒരാൾ അതിൽ നിന്ന് തൗബ നടത്തും. അവനൊരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, ഹറാമായത് കേൾക്കുമ്പോൾ, ഹറാമായി സംസാരിക്കുമ്പോൾ അവൻ അറിയത് തെറ്റാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹ. ബിദ്അത്ത് ചെയ്യുകയാണെങ്കിൽ അത് തൗബ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഇത് ചെയ്യുന്ന തന്നെ കൂലി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാണ്. ഇനി കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പല സാധുക്കളും ഇത് ബിദ്അത്ത് ചെയ്തു വന്നു. ഉസ്താദ് പറഞ്ഞെന്നല്ലേ, ഒരുപാട് കാലം നമ്മൾ ചെയ്യുന്നല്ലേ, അപ്പോൾ ഇത് ബിദ്അത്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പിശാചിന് അതാണ് ഇഷ്ടം എന്നാണ്, അല്ലേ? ഒരു പിശാച് ഒരുത്തനെ ശിർക്ക് കൊണ്ട് പരീക്ഷിക്കും. അവൻ ശിർക്ക് ചെയ്യാൻ നോക്കും. ശിർക്ക് ചെയ്യുന്നില്ലാത്ത ആളാണെങ്കിൽ അടുത്ത പിശാച് അവൻ്റെ അടുത്ത് ചെല്ലുക ബിദ്അത്ത് ചെയ്യിപ്പിക്കാനാണ്. അത്രയും കടുത്ത തെറ്റാണ്. നമ്മളൊക്കെ കേട്ട റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടല്ലേ, കൂടുതൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ബിദ്അത്ത് ഇത്രയും വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, പലപ്പോഴും ഈ ബിദ്അത്തിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് പല ആളുകൾക്കും അറിയില്ല. വളരെ എളുപ്പമുള്ള 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, എല്ലാവരും ശ്രദ്ധിക്കുക. 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ബിദ്അത്താണോ അതല്ല സുന്നത്താണോ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാവും. 6 കാര്യങ്ങൾ. അതിൽ ഈ 6 കാര്യങ്ങൾ, ഒരുപാട് നന്മകൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളും നന്മകളൊക്കെ ചെയ്യുമ്പോൾ ഈ 6 കാര്യങ്ങൾ ഇതിന് യോജിച്ച് വരുന്നുണ്ടോ ശ്രദ്ധിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. അതിലൊന്നാമത്തത് സബബാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു സബബുമാണ്, ഒരു കാരണം വേണം. അത് ദീൻ പഠിപ്പിച്ച കാരണമായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പം നബിദിനൊക്കെ വന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയും, നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലേ, അതുപോലെ ഞങ്ങൾ നബീൻ്റെ മദ്ഹ് പാടുകയല്ലേ, ഞങ്ങൾ സദഖ ചെയ്യുകയല്ലേ, കുട്ടികളൊക്കെ നബീൻ്റെ മദ്ഹ് പാടുന്നില്ല, ഇതിനെന്തിനാ എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതിൻ്റെ സബബ് ആറാ. എന്തിനാ നിങ്ങൾ ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ പറയും നബിദിനാണ് കാരണം. അത് വിചാരിച്ചായി റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു കാരണം പഠിപ്പിച്ചിട്ടില്ല, അല്ലേ? ചില ആളുകൾ അതുപോലെ തന്നെ റജബ് 27 നോമ്പെടുക്കും. ഞങ്ങൾ നോമ്പെല്ലാം എടുക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമല്ലേ നോമ്പ്. നമ്മൾ ചോദിക്കും അതിൻ്റെ കാരണം എന്താണ്? ആ കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ? റജബ് 27 നോമ്പെടുക്കാന്നുള്ള റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, വിചാരിച്ചാൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് സഹോദരങ്ങൾ, ജിൻസ്. ഇസ്ലാം നിശ്ചയിച്ച ജിൻസ് ചില ഇനങ്ങളുണ്ട്, അതിന് പകരം വെക്കാൻ പറ്റില്ല.
ഉളുഹിയത്തിന് എന്താണ് അറക്കുക? ആടുമാട് ഒട്ടകം അറക്കുക. ഒരാൾ കോയിന് അറുത്താലോ അത് സ്വീകരിക്കൂല. മനസ്സിലായി? അത് ആ ജിൻസ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നോമ്പ് എടുക്കാൻ പറ്റാത്ത ആൾക്ക് ഫിദിയ കൊടുക്കാം. എന്താ കൊടുക്കണ്ടേ? ഭക്ഷണ സാധനങ്ങളാണ് കൊടുക്കേണ്ടത്. പൈസ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് ഇസ്ലാം പഠിപ്പിച്ച ഇനല്ല, ജിൻസും പെട്ടല്ല. ഇനി അടുത്ത കാര്യം, മൂന്നാമത്തത് ഖദർ, എണ്ണം. ഇസ്ലാം നിശ്ചയിച്ച എണ്ണം അതാണ്. ളുഹ്ർ എത്ര നിസ്കാരം, എത്ര റക്അത്ത്? 4. ഒരാൾക്ക് 5 നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ജംറ കല്ലെറിയലുണ്ട് അല്ലേ? ഹജ്ജിന് പോയാൽ ജംറ കല്ലെറിയ എത്ര പ്രാവശ്യം അറിയണം? 7 പ്രാവശ്യം. ഒരാൾ ഇബ്ലീസിന്റെ തലക്ക് 2 ഏറും കൂടി കൊള്ളട്ടെ എന്നൊരു 8, 9 എറിഞ്ഞാലോ? അത് പറ്റൂല. മനസ്സിലായില്ലേ? ഇസ്ലാം നിശ്ചയിച്ച എണ്ണുണ്ട്. നിങ്ങൾ അറിയോ, പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചില മൊയ്ലാക്കന്മാരെ വന്നിട്ട് പറയും, കല്യാണം കഴിക്കാത്തവരാണോ നിങ്ങൾ സുബ്ഹാനല്ലാഹ് 6636 തവണ ചെല്ലിയാൽ മതി, കല്യാണം റെഡിയാവും. യുവാക്കൾക്കൊക്കെ ചെല്ലാണ് കുത്തുന്നുണ്ട്. അറിയില്ല, അവർ കാണുമല്ലേ ഇത്. ഒരു പിൻബലമില്ലാത്ത ഏതോ പാളക്കിതാബിൽ നിന്നുള്ള ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് സഹോദരങ്ങൾ, ഇസ്ലാം നിശ്ചയിച്ച എണ്ണ ആയിരിക്കണം. ആ എണ്ണം ഇസ്ലാം നിശ്ചയിക്കണം. ഇനി 4-ാമത്തെ രൂപം കൈഫിയത്ത്. അത് ഇസ്ലാം പഠിപ്പിച്ചാണ്. രൂപം അല്ലേ? ഇപ്പൊ വുളു എടുക്കുന്ന രൂപം എങ്ങനെയാണ്? ആ രൂപത്തിൽ ചെയ്യണം. ഒരാൾ നിസ്കരിക്കാൻ കിടക്കുമ്പോൾ സമീ അല്ലാഹു ലിമൻ ഹമിദ എന്നോലെ തുടങ്ങിയാലോ? ആ രൂപം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അല്ലേ? ദിക്ർ ചെല്ലാൻ ഇസ്ലാം പഠിപ്പിച്ച രൂപമുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കുറെ ആളുകൾ വട്ടത്ത് കൂടി കൈ പിടിച്ച് എന്ന് പറഞ്ഞ് അവരൊരു ദിക്ർ, പുതിയൊരു ദിക്ർ, ഒരു പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും മൊയിലൊക്കെ ചാടി ഒരു ദിക്ർ. നമ്മൾ ചോദിക്കും, ഈ കൈഫിയത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ രൂപം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ബിദ്അത്താണ്. ഇനി പിന്നെ 5-ാമത്തെ രൂപം സമാൻ. ഒരു കാലത്തിന്, ഒരു സമയത്തിന് അതിന് പ്രത്യേകത അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച്, റമദാൻ മാസം നമ്മൾ ഒരാൾ പിന്നെ റമദാനിൽ മാറ്റിയിട്ട് വേറൊരു മാസത്തേക്ക് മാറ്റാൻ പറ്റും? ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജ് ആ മാസം ഭയങ്കര ചൂടാണ്, നമുക്ക് ഹജ്ജ് ചെയ്യാൻ തൽക്കാലം മുഹറം സ്വീകരിക്കാം, അങ്ങനെ പറയാൻ പറ്റൂല. ഇസ്ലാം പഠിപ്പിച്ച ഒരു സമാനുണ്ട്, ഒരു കാലുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ ആ കാര്യം ചെയ്യണം. അതിൻ്റെ വേറൊരു സമയത്തിന് ഒരു പ്രത്യേകത കാണിക്കാൻ പാടില്ല. ഇനി 6-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മക്കാൻ, സ്ഥലം. ഇസ്ലാം ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കഅബയെ തവാഫ് ചെയ്യാം, ഇസ്ലാം പഠിപ്പിച്ച കാര്യം. ഒരാൾ ഇവിടെ ഒരു മഖാം, ഒരു വലിയ ഖബർ, അതിന് തവാഫ് ചെയ്യുകയാണെങ്കിലോ അത് ഇസ്ലാം പറഞ്ഞു തരണം. ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കണം. സഹോദരങ്ങൾ, ഈ 6 കാര്യങ്ങൾ നാം പറഞ്ഞ ഈ കാര്യങ്ങൾ, സബബ്, ജിസ്മ്, ഖദർ, കൈഫിയത്ത്, സമാൻ, മക്കാൻ, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് ഇസ്ലാമായിട്ട് ചേർന്ന് വരുന്നതാണോ? അത് സുന്നത്താണ്. ഇസ്ലാമായിട്ട് ചേർന്ന് വരുന്നല്ലേ ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഏറെ ഗൗരവമുള്ളതാണ്. ഇനി സഹോദരങ്ങൾ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഇനി റമളാനിൽ പ്രധാനമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ബിദ്അത്ത്പ്പെട്ട 1-ാമത്തെ കാര്യമാണ് ആദ്യത്തെ 10-ൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറയാം. 2-ാമത്തെ 10-ൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 3-ാമത്തെ 10-ൽ അല്ലാഹുമ്മ ഇൻതഖിനി മിനന്നാർ. ഇത് 1-ാമത്തെ 10-ൽ ഇത്, 2-ാമത്തെ 10-ൽ ഇത്, 3-ാമത്തെ 10-ൽ. പലപ്പോഴും പല ബിസിനസ്സുകാരും കാർഡിലൊക്കെ ഉണ്ടാവും ഈ പ്രാർത്ഥന. അതുപോലെ തന്നെ പേപ്പറിൽ, കലണ്ടറിൽ, അതുപോലെ ചില പള്ളികളിൽ ചെന്നാൽ അവിടെ ആദ്യത്തെ 10-ൽ ഇതിങ്ങനെ പറയും. പ്രത്യേകിച്ച് സലഫികളായ സ്ത്രീകളിൽ പോലും പണ്ടപ്പോ കേട്ടതാണ്, ഇപ്പം വിട്ടിട്ടില്ലത്. ഇത് ബിദ്അത്താണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ആദ്യത്തെ 10-ൽ ഇന്ന പ്രാർത്ഥന, 2-ാമത്തെ 10-ൽ, 3-ാമത്തെ 10-ൽ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആദ്യത്തെ 10 തന്നെ 3 പ്രാർത്ഥിക്കാം, എത്രയും പ്രാർത്ഥിക്കാം. നല്ല പ്രാർത്ഥനകളാണ്. അല്ലാഹുവേ എന്നോട് കാരുണ്യം ചെയ്യണേ, 2-ാമത്തത് റഹ്മത്ത് കാണിക്കണേ, 3-ാമത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, എപ്പോഴും പ്രാർത്ഥിക്കാം അല്ല. ഇത് ഇവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ വിശദീകരിച്ചിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ തുടങ്ങിയ ഒരു ഹദീസ് ഉണ്ട്, അതിനെ വിശദീകരിച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ ഈ ഹദീസിന്റെ കൂട്ടത്തിൽ ഇതും പറയുന്നുണ്ട്. ഏതെന്നറിയോ? ഒരു സുന്നത്ത് എടുത്താൽ 70, ഒരു ഫർദിന്റെ കൂലി. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു സുന്നത്ത് എടുത്താൽ പിന്നെ ഒരു ഫർദിന്റെ കൂലി, ഒരു ഫർദ് എടുത്താൽ 70 ഫർദിന്റെ കൂലി. ഞാൻ ഇന്ന് പോലും യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സാധാരണക്കാർ കേട്ടതിന്റെ അപകടം എന്താണ് അല്ലെ? ഈ ഹദീസിൽ വന്ന കാര്യം. എന്നാൽ ഈ ഹദീസിനെ വിശദീകരിച്ച് പറയുന്ന ഇബ്നു ഹുസൈം എന്ന് പറയുന്ന പണ്ഡിതൻ, അത് ഹദീസിനെ ഉദ്ധരിച്ച പണ്ഡിതൻ, അദ്ദേഹം പറയാണ്, ഈ ഹദീസിന്റെ സനദ് അറിയാലോ, അലി ബിൻ സയ്യിദ് ബിൻ എന്ന് പറഞ്ഞിട്ടുള്ള അൽ ജുദ്ആൻ, അലി ബിൻ സയ്യിദ് ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അങ്ങേയറ്റം സ്വീകരിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജമ്മുൽ ജവാമി എന്ന് പറയുന്ന കിതാബിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഈ ഹദീസിന്റെ ഈ പറയുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, അലി ബിൻ സയ്യിദ് ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഒരു രൂപത്തിലും ഇസ്ലാം
പിന്നെ ഇദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല, അത് കൊള്ളാത്ത ഹദീസാണ്, ഒഴിവാക്കണമെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസ് ദഈഫാണ്, ഒരു രൂപത്തിലും സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 എന്നുള്ള പ്രാർത്ഥനയും ബിദ്അത്താണ്, അത് ചെല്ലൽ ബിദ്അത്താണ്. അതുകൊണ്ട് അത് ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിലൊക്കെയുള്ള രീതിയാണ് നിയ്യത്ത് ചൊല്ലി പറയാന്നുള്ളത്. റമളാൻ മാസായ അല്ലെ, ഉമ്മമാരൊക്കെ മക്കളുടെ അടുത്ത് വെച്ച് പറയും നവൈതു സൗമഅദിൻ അൻ അദായി ഫർള റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല, അല്ലേ? ഇങ്ങനെ ചൊല്ലിപ്പിക്കുക. ചില ആളുകൾ ഇപ്പോഴും നിസ്കരിക്കുമ്പോൾ കൈകെട്ടാന്ന് മുസല്ലി ഫർളൽ മഅരിബി സലാസ റകഅത്ത്. ആരാണിത് പഠിപ്പിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? അല്ലെ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഒരാൾ എന്താണോ കരുതിയത് അതവന്റെ നിയ്യത്താണ്. ആ നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്നുള്ളത് ബിദ്അത്തായ കാര്യമാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ കാണണം. ഇനി അടുത്ത, ചിലപ്പോൾ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും ഇൻസാക്ക് എന്ന് പറയുന്ന ഒരു സമയം കണക്കുന്ന ഒരു രൂപമുണ്ട്. ഇൻസാക്കിന്റെ സമയം എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 15 മുമ്പ് എല്ലാം നിർത്തിവെക്കുക. പിന്നെ മരുന്ന് പോലും കുടിക്കാൻ പാടില്ല, വെള്ളം പോലും കുടിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ബാങ്കിന്റെ 15 മിനിറ്റ് മുമ്പ് എല്ലാം നിർത്തിവെക്കുക, പിന്നെ വെള്ളമൊന്നുമില്ല. ഇൻസാക്കിന്റെ സമയം എന്നാ പറയാം, അല്ലേ? അതുപോലെ തന്നെ സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന വേറൊരു രൂപമാണ് സുബൈന്റെ സമയം. അത് ബാങ്ക് കൊടുക്കൽ എന്താക്കുക, അത് നേരത്തെ കൊടുക്കുക. ഒരു 10 മിനിറ്റ് മുമ്പേ, ഒരു 8 മിനിറ്റ് മുമ്പേ, അല്ല ഒരു 4 മിനിറ്റ് മുമ്പേ ബാങ്ക് നേരത്തെ കൊടുക്കുക. അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ നിൽക്കുമ്പോൾ വൈകിപ്പിക്കുക, ഒരു 3 മിനിറ്റ് അല്ലെ 4 മിനിറ്റ്. പല ആളുകളും പിന്നെ ചില ആളുകൾ വിചാരിച്ചത് ബാങ്ക് കേട്ടാലേ തുറക്കാൻ പാടുള്ളൂ, കാരൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കും. പിന്നെ ബാങ്ക് എവിടുന്നോ കേൾക്കുന്നുണ്ട്, നല്ലോണം കേൾക്കണ്ട, ബാങ്ക് കയറട്ടെ അപ്പോൾ തുറക്കാം, അല്ലെ നമ്മളെ മഹലിലെ ബാങ്ക് കൊടുക്കട്ടെ എന്നിട്ട് തുറക്കാം. ഇതും പിടിച്ചിങ്ങനെ നിൽക്കുക. സമയം കഴിഞ്ഞിട്ടുണ്ട്, ചിലപ്പം മൈക്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുത്താലോ, അതിങ്ങനെ കാത്തിക്കുക. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരാണ്, അല്ലേ? എത്രത്തോളം എന്ന് പറയും ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ബാങ്ക് നേരത്തെ കൊടുക്കും സുബൈക്ക്. എന്താ പറയുന്നത്? അതിന്റെ കാരണം പറയുന്നത്, അവർ പറയുന്നു ഇത് ഇഹ്തിയാത്താണ്. ഇഹ്തിയാത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് ബാങ്ക് നേരത്തെ കൊടുക്കുക. എന്നിട്ട് എന്താ ഇതിന്റെ അപകടം എന്നറിയോ? പ്രായമായ ഉമ്മാമ്മമാരൊക്കെ അവര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, അല്ലെ, ബാങ്ക് കൊടുക്കുന്ന കാത്ത്. ബാങ്ക് കൊടുത്ത് അവർ സുബഹിസ്കരിച്ച്. ശരിക്കും സമയമായിട്ടുണ്ടോ? സമയമായിട്ടില്ല. സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് 5 മിനിറ്റ് നേരത്തെ കൊടുത്താണ്, സമയമായിട്ടില്ല. അവരുടെ സുബഹിസ്കാരം ബാത്തിലായി, അല്ലേ? സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ചിലപ്പോൾ ചില ആൾ നിസ്കരിക്കും, ബാങ്ക് കൊടുത്തിട്ടില്ല, സമയമായിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. ഈ മൊബൈൽ ഗൂഗിളിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, കാലമൊക്കെ എത്ര മാറിപ്പോയി, എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിന്റെ സമയം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് നമ്മളെ പഠിപ്പിച്ചാണ്. കൂടുതൽ വിശദീകരിക്കണം, അങ്ങോട്ട് വിശദീകരണത്തിലേക്ക് പോകണില്ല. അതുപോലെ തന്നെ നോമ്പ് തുറക്കുക എന്നുള്ളത് സമയമായാൽ മതി. റസൂലുള്ളാഹി പറഞ്ഞ ഖുർആന്റെ ആയത്ത് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്, ലൈലായ മതി, ഉറൂബ് ശംസ് സംഭവിച്ചാൽ മതി, അല്ലേ? പിന്നെ മാരിബിന്റെ സമയമാണ്, പിന്നെ ബാങ്കോട് കേൾക്കണമെന്നേ ഇല്ല, യാതൊരു നിർബന്ധമില്ല. എന്നാൽ പല ആളുകളും അങ്ങനെ വൈവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നാണ്, ലാ യസാലു നാസ ബിഖൈരിൻ മഅജലുൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കുന്ന. അപ്പോൾ സമയമായിട്ടും നമ്മളെ മഹലിൽ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ ബാങ്ക് കൊടുക്കട്ടെ എന്ന് കാത്തുക്കാൻ പാടില്ല. എന്നാൽ സഹോദരങ്ങളുടെ കൂടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ചിലപ്പോൾ നമ്മൾ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ നോമ്പ് തുറക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവിടെ ചിലപ്പോൾ പൊതുവായിട്ട് ചിലപ്പോൾ ഇത് അംഗീകരിക്കുന്ന ആളുകളായിരിക്കില്ല, അവർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഭൂരിപക്ഷം ഉണ്ടാകും. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ സമയം എന്നാൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ചില ആൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അത് ശരിയല്ല. പണ്ഡിതന്മാർ ഒരു ജമാഅത്തിന്റെ കൂടെ കൂടുമ്പോൾ അവരുടെ കൂടെയാകാൻ നിങ്ങൾ നോമ്പ് മുറിച്ചു എന്നുള്ള നിയത്ത് മനസ്സിൽ കരുതിയാൽ മതി. അപ്പോൾ ആളുകൾക്ക് വസ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ജമാഅത്തിന്റെ കൂടെ കൂടുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ സഹോദരങ്ങളെ, ഇതാണ് സുന്നത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇത് ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഇത് ജൂതന്മാരെയും നസറാനികളെയും സ്വഭാവമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്നൽ യഹൂദ വന്നസറ യുഅഖിറൂൻ, അവരാണ് നോമ്പ് തുറക്കാൻ തിടുക്കം കാണിക്കാതിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വേറൊരു കാര്യമാണ്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സക്കാത്ത് കൊടുക്കുന്നത് റമളാൻ മാസത്തിലാക്കുക. ആ റമളാൻ മാസം സക്കാത്ത് കൊടുക്കുന്നതിൽ പ്രത്യേകതയുണ്ട് എന്നൊരാൾ വിചാരിക്കുക, അത് തെറ്റായ രൂപമാണ്. റമളാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്നതിന് പ്രത്യേക കൂലിയുണ്ടെന്ന് വിചാരിച്ചാൽ, അല്ലെ, അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല.
സക്കാത്തിന് എപ്പോഴാണോ സമയമാകുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയം എപ്പോഴാണോ വന്നത്, അതിൻ്റെ നിസാബ് തികഞ്ഞ് എപ്പോഴാണോ വന്നത് അപ്പോൾ കൊടുക്കുക. റമളാൻ മാസം കൊടുക്കും, അതിനൊരു പ്രത്യേകത ഉണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് വിജഹത്താണ് എന്നാണ് സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്താറുള്ളത്. അടുത്തതാണ് റമളാൻ മാസത്തിന്റെ അവസാനത്തെ പറ്റി നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അന്ന് പ്രത്യേക ഒരു ഖബർ സിയാറത്ത്. അല്ല, പ്രത്യേക 27 അന്ന് അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂറുൽ ഖുബൂർ, റസൂലുള്ളാഹി ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. വയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സൂറു ഖുബൂർ ഫഇന്നഹു തദ്കിറതുകും അൽ ആഖിറ, പരലോകത്തിനെ കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിപ്പിക്കാൻ ഖബർ സിയാറത്ത് നല്ലതാണ്, അത് എപ്പോഴും ചെയ്യാം. എന്നാൽ അവസാനത്തെ 10 ആ 10 കണക്കാക്കി 27 കണക്കാക്കി അന്ന് ബൾബുകളും മറ്റേ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അന്നൊരു മൊയ്യാറ് കയ്യും പിടിച്ചിട്ട് ഖബറിന്റെ പുറത്ത് പോയിട്ട് അവർക്ക് പൈസ എടുത്തിട്ട് പ്രാർത്ഥിക്കുക, ഈ രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇത് ബിദ്അത്താണ് എന്ന സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് സഹാബിമാർക്ക് അഭിപ്രായമുണ്ട് 27 ലൈലത്തുൽ ഖദർ എന്ന അഭിപ്രായമുണ്ട്. ശരിയാണ്, ഒരുപാട് സഹാബിമാർക്കുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽതമിസ്ഹാ ഫീ ആശിരിൽ അവാഖിർ, അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ വൽതമിസ്ഹാ ഫീ കുല്ലി ഫിത്ർ, ഓരോ ഒറ്റ രാത്രികൾ നിങ്ങൾ അത് പരിശോധിക്കുക, അത് പ്രതീക്ഷിക്കുക, അത് മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് 27 അന്നൊരു പ്രത്യേക ആഘോഷം, അന്ന് കുറേ ആളുകൾ പള്ളിയിൽ കൂടുക, അന്നൊരു മധുര വിചരണം, അന്നൊരു പ്രത്യേക കൂലി ഉണ്ടെന്ന് വിചാരിക്കുക. ആ രൂപത്തിൽ അന്ന് 27 കാണുക എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ ആ കാര്യം ഗൗരവത്തിൽ കേടുക. ഇനി സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിന്റെ തറാവീഹിന്റെ രൂപം, അല്ലെങ്കിൽ റമളാൻ മാസത്തെ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിന്റെ രൂപം ഹദീസ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. സമയമെടുത്തിട്ടുള്ള നിസ്കാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് സമയം. എന്നാൽ നമ്മുടെ നാട്ടിൽ ചില സൂപ്പർ സോണിക് നിസ്കാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നിസ്കരിക്കുന്ന ചില ഭീകരന്മാരുണ്ട്, സത്യം അല്ലേ. ഓൾറെഡി നിസ്കാരം ഒന്ന് സുജൂദിലൊക്കെ ഒന്ന് പോകാൻ കുനിയുമ്പോഴേക്കോലും 2 സുജൂദും കഴിഞ്ഞ് പൊന്നിട്ടുണ്ടോ, അത്രക്കും സ്പീഡ് സ്പീഡ് പോവാ. ഈ രീതി പഠിപ്പിച്ചിട്ടില്ല. എണ്ണം തീർക്കാണ്, 23 തീരണ്ടേ അല്ലേ. സലഫികളെ കുറ്റം പറയുന്നുണ്ട്, വാനന്ദിന് അവർ അത്രേ കുറച്ച് ഇവർ 23 പറഞ്ഞത് തീരണ്ടേ. എന്നിട്ട് ആളുകൾ ഇങ്ങനെ അന്വേഷിക്കുക എവിടെയാ പെട്ടെന്ന് ഇരുന്ന് നിസ്കാരം, അവിടെ പോവാം എന്നുള്ള കുഴത്തിൽ അല്ലേ. അങ്ങനെ സ്പീഡിൽ നിസ്കരിക്കുക എന്നുള്ളത്, അങ്ങനെ നിസ്കാരത്തിൽ മാറ്റിമറിക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു കാര്യമാണ്, റമളാൻ മാസത്തിലെ അവസാനത്തെ 10 അന്നത്തെ അവസാനത്തെ 10 വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത കൊടുക്കുക. റസൂലുള്ളാഹി അങ്ങനെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വെള്ളിയാഴ്ചക്ക് ഒരുപാട് ആളുകൾ പള്ളിയിൽ കൂടുക, ആ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകത, അങ്ങനെ അതിൽ പ്രത്യേക ഇബാദത്തുകൾ ചെയ്യുക, അതും ബിദ്അത്തായിട്ട് വരും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മുടെ ഇവിടെയുള്ള ചില പള്ളികളിൽ തറാവീഹ് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ 2 റക്അത്ത് കഴിഞ്ഞാൽ ഒരു മൊയ്യാറ് കുത്തുന്നിട്ട് അലി മുസ്തഫ നബി മുഹമ്മദിൻ സലാം പറയും. അപ്പോൾ ബാക്കിയല്ല പറഞ്ഞിട്ട് വീട്ട് വിളിച്ച് പറയും. എന്താ പറയണത്? ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ ഈ വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മളെ നാട്ടിലൊക്കെ ചില ആളുകൾ നമ്മളെ പള്ളി ഇതുപോലെ തന്നെ അലി മുസ്തഫ നബി സലാം എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് തന്നെ സയ്യിദനാ, മൂപ്പറ പണ്ടേതോ പള്ളിക്ക് ഒരുപാട് തവണ പോയ ആളാണ് അല്ലേ, അയാൾ ബാക്കി പാടാണ് ഇതിൻ്റെ. അപ്പൊ ഇത് എന്താണ് പറയുന്നത് പോലും അറിയില്ല. ചില കുട്ടികൾക്കൊക്കെ ഇത് ആവേശമാണ്. ഇത് പറയുമ്പോൾ അല്ലറ പള്ളിയിൽ നിന്ന് ബാക്കി ആളുകൾ ആവേശമായി കൊടുക്കുക, ഏതാണ് രീതി? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൽ ഒരിക്കലും ഇങ്ങനത്തെ രീതി പഠിപ്പിച്ചിട്ടില്ല. ഇത് ബിദ്അത്താണ് അല്ലെ. എന്ത് തെളിവ് ആര് പറഞ്ഞാൽ ഇത് ബിദ്അത്താണ്, റസൂലുള്ളാഹിന്റെ രീതിയല്ലത്. അതുകൊണ്ട് ആ കാര്യം സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ പൊതുവെ ആളുകൾ പറയുന്ന വേറൊരു ബിദ്അത്താണ്, റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10 അന്ന് ഇതുവരെ ഒരു കൊല്ലത്തിന്റെ നിസ്കാരം മൊത്തം ഖളാ വീട്ടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന ഒരു ഹദീസാണ്, മാ സല്ല ഫി ആഖിരി ജുമുഅത്തിൻ മിൻ റമളാൻ 5 സ്വലവാത്തിൻ മഫ്റൂളത്തിൻ ഫി യൗമിൻ വലൈല എന്ന് പറഞ്ഞുള്ള ഒരു ഹദീസ്. അങ്ങനെ ഒരാൾ നിസ്കാരം ഖളാ വീട്ടിയാൽ ഒരു വർഷത്തെ നിസ്കാരം മുഴുവൻ ഖളാ വീട്ടെന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് നിങ്ങൾ ഫോൺ എടുക്കുക, ഒരു പണ്ഡിതനോട് നിങ്ങൾ ചോദിക്കേണ്ട, ഫോൺ എടുക്കുക, ഈ ഹദീസിന്റെ മൻ സല്ല ഫി ആഖിരി ജുമുഅത്തിൻ മിൻ റമളാനിൽ 5 എന്ന് അടിച്ചു കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നോക്കി ആദ്യം വരുമെന്നറിയോ, ലാ അസ്ല ലഹു, ഒരടിസ്ഥാനവും ഇല്ല. ഗൂഗിളിൽ മനസ്സിലായിട്ടും ഇപ്പം ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ട്.
ലാസിലല ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് ഈ ഖളാ വീട്ടുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഇതാ നിങ്ങൾക്ക് നമസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക എന്നുള്ളത്. സഹോദരങ്ങൾ, ഇത് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചാണ്, സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ലൈഫായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്. ബിദ്അത്തുകൾ ജീവിതത്തിൽ വരിക എന്നുള്ളതിൻ്റെ വളരെ ഗൗരവത്തിൽ കാരണം അള്ളാഹ് നമ്മളെ തൗബ സ്വീകരിക്കൂല. അല്ലേ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, റസൂലുള്ളാഹി പറഞ്ഞതല്ലേ. ആരെങ്കിലും അതിൽ പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവന്നതല്ല. അത് ഇല്ലാത്ത കാര്യമാണെങ്കിൽ റദ്ദാണ്, മർദൂദാണ്, തള്ളപ്പെടണം എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, ചില ആളുകൾ പറഞ്ഞു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാലോ, റസൂലുള്ളാഹിനേക്കാൾ വലിയ സൂക്ഷ്മത ഉള്ള ആളാകാൻ നോക്കരുത്. അല്ലെ? മൂന്നാളുകൾ നമ്മളൊക്കെ കേട്ട സന്ദർഭമില്ലേ? ആയിഷ ബീബിൻ്റെ അടുത്തേക്ക് മൂന്നാളുകൾ വന്നു. എന്നിട്ട് അവർ റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളെ പറ്റി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹിന്റെ ഇബാദത്തുകളൊക്കെ കേട്ടപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത് കുറവാണല്ലോ എന്ന് അവർക്ക് തോന്നി. എന്നിട്ട് അവരിൽ മൂന്നാളുകളും അതിൽ ഓരോരുത്തരും തീരുമാനിച്ചു. ഒരാൾ പറഞ്ഞു ഇനി ഞാൻ ഉറക്കമൊന്നുമില്ല, ഫുള്ള് നമസ്കാരം തന്നെ. മറ്റൊരാൾ പറഞ്ഞു ഞാനിനി ഫുള്ള് നോമ്പ് തന്നെ. മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ കല്യാണം ഒന്നും കഴിക്കൂല, ഇനി ഫുള്ള് ഇബാദത്തുകൾ തന്നെ. അവർ മൂന്നാളും പോയി. റസൂലുള്ളാഹി വന്നു, ആയിഷ ബീബി കാര്യങ്ങൾ പറഞ്ഞു. ആ നേരത്ത് മൂന്നാളുകളെയും വിളിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി അവരെ കുറ്റപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. അവർ സൂക്ഷ്മതയാണ് കാണിച്ചത്. അല്ലേ? അവര് നിസ്കരിക്കൂല എന്നല്ല, നിസ്കരിക്കണം എന്നാ പറഞ്ഞത്. രാത്രി ഉറങ്ങൂല, ഈ കല്യാണം പോലും കഴിക്കൂല, ഞാൻ ഇബാദത്ത് ചെയ്യുന്ന പറഞ്ഞത്. മോശം കാര്യം ചെയ്യുന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറ്റപ്പെടുത്തി എന്ന് റസൂലുള്ളാഹി പറഞ്ഞെന്നറിയോ? ആ വാക്കിന്റെ അവസാനം ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എന്റെ സുന്നത്തിനോട് എതിര് കാണിക്കുന്നത് അവൻ എന്നിൽ പെട്ടവനല്ല എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. അവർ തിന്മയാണോ ചെയ്തത്? അല്ല, നന്മയാണ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ റസൂലുള്ളാഹി ചെയ്യാത്തതിൻ്റെ അപ്പുറം പോയാൽ, അതിനേക്കാൾ വലിയ സൂക്ഷ്മത കാണിച്ചാൽ അത് ബിദ്അത്തിലേക്കാണ് കൊണ്ടുപോയിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റമളാനിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇതുപോലെ ബിദ്അത്തുകൾ കടന്നു വന്ന അമലുകൾ മൊത്തം ബാത്തിലായി പോകുന്ന അവസ്ഥ നമ്മൾ ഗൗരവത്തോട് കാണുക. അള്ളാഹു എല്ലാ ഫിത്തനകളിൽ നിന്നും ഫസാദിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.